കൊല്ലത്ത് CPM-ൽ നിന്ന് മറ്റൊരു പ്രമുഖ വനിതാ നേതാവ് കൂടി കൊഴിഞ്ഞു പോവുകയാണ്. അവർ പോയത് ലീഗിലേക്കാണ്. ഐഷ പോറ്റി പോയത് കോൺഗ്രസിലേക്കാണ്. ലീഗ് എന്ന് പറയുമ്പോൾ UDF-ന്റെ തന്നെ ഘടകകക്ഷി ആയതുകൊണ്ട് ചുരുക്കത്തിൽ UDF-ലേക്ക് സുജാ ചന്ദ്രബാബുവും ചേക്കേറി. ഈ സുജാ ചന്ദ്രബാബു പോയതിനെ കുറിച്ച് ആളുകൾ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട്. അവർ പോയത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകും, CPM വീണു പോകും എന്നൊക്കെ. കിഴക്കൻ മേഖലയിൽ CPM-ന്റെ ഭയങ്കര വലിയ നേതാവായിരുന്നു സുജാ ചന്ദ്രബാബു എന്നൊക്കെയാണ് വിമർശനം. പക്ഷെ ഈ സുജാ ചന്ദ്രബാബു ആരായിരുന്നു? സുജാ ചന്ദ്രബാബുവിനെ ആരാണ് ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത്? സുജാ ചന്ദ്രബാബു ഏതൊക്കെ പൊസിഷനുകളാണ് പാർട്ടിയിൽ വഹിച്ചിരുന്നത്? ഇതൊക്കെ വളരെ വലിയ ചോദ്യം തന്നെയാണ്, എക്കാലത്തും പ്രസക്തവുമാണ്. ഐഷ പോറ്റി ആണെങ്കിലോ 3 തവണ MLA ആയി, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, അങ്ങനെ 2 പതിറ്റാണ്ടോളം പാർലമെന്ററി രംഗത്ത് നിന്നവർ. അവര് പെട്ടെന്ന് പോയി, അവരെ പാർട്ടി അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സുജാ ചന്ദ്രബാബു പറയുന്നത് ചവിട്ടിത്തേക്കലുകളും മോശം സമീപനവുമാണ് തന്നെ മനം മടിപ്പിച്ച് പോകാൻ ഇടയാക്കിയത്. ചവിട്ടിത്തേക്കലുകൾ, ഒരു ചെറിയ കാര്യം പോലും തനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നേതാക്കളുടെ വീടുകളിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് തനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് താൻ പാർട്ടി വിട്ടത് എന്നാണ് അഞ്ചലുകാരി സുജാ ചന്ദ്രബാബുവിന്റെ വർത്തമാനം അവര് ലീഗിൽ ചേർന്നതിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസം വരെയും പാർട്ടിയുടെ അംഗമാണെന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പുതുക്കിപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഹമ്മദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് പച്ച ഷോളൊക്കെ അണിഞ്ഞ് പാർട്ടി മാറി ലീഗ് അംഗത്വമെടുത്തു. എന്നാൽ ഇതിനകത്ത് പാർട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? പാർട്ടിക്ക് ഒരു തകരാറുമില്ല. അതിന്റെ പ്രത്യക്ഷ തെളിവാണ് അഞ്ജലിൽ സുജാ ചന്ദ്രബാബു പോയതറിഞ്ഞ ആളുകൾ ആഹ്ലാദം പങ്കുവച്ച് മധുരം വിതരണം ചെയ്തത്. ഐഷ പോറ്റി പോയപ്പോ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. മാധ്യമങ്ങൾക്ക് മാത്രമാണ് ചലനം. സുജാ ചന്ദ്രബാബു പോയപ്പോഴും മാധ്യമങ്ങൾക്കാണ് ചലനം, അല്ലാതെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് വലിയ വാർത്ത. പാർട്ടിക്ക് അത് വലിയ സംഭവമല്ല. കാരണം ഇവരെ 1995-ൽ അഞ്ചലിലെ കുരുവിക്കോണം അവിടെ പഞ്ചായത്ത് വാർഡ്, അഞ്ചൽ പഞ്ചായത്തിലെ വാർഡിൽ നിർത്തി മത്സരിപ്പിച്ച് ഇവരെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. 3 ടേമാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരുന്നത്. 3 ടേം. ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ. ഇത് നിസ്സാര കാര്യമാണോ? എന്നിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, പോട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം. അങ്ങനെ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഇവർക്ക് കൃത്യമായ സ്ഥാനം പാർട്ടി നൽകിയിരുന്നു. പാർട്ടി കൃത്യമായ സ്ഥാനം നൽകുക മാത്രമല്ല, ഇവർക്ക് ചുമതലകളും കൊടുത്തിരുന്നു. ഈ ചുമതലകളൊക്കെയും വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. അല്ലാതെ പാർലമെന്ററി രംഗത്ത് മാത്രം നിന്നാലേ ചുമതലകൾ വഹിക്കാൻ പറ്റൂ എന്ന ധാരണ തെറ്റാണ്. ഇത് ഇത്രയും അവസരങ്ങൾ പാർട്ടി നൽകിയ ലേഡിയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഇവരുടെ ഭർത്താവ് എൻ ചന്ദ്രബാബു. ഇവര് ജയിച്ച്, ഒരു വാർഡിൽ നിന്ന് ജയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. അടുത്ത വർഷം ആ വാർഡ് ജനറൽ സീറ്റ് ആകുമ്പോൾ ഭർത്താവ് ചന്ദ്രബാബു മത്സരിക്കുന്നു, ഇവര് വേറൊരു വാർഡിൽ മത്സരിക്കുന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും മാറി മാറി മത്സരിച്ച് ഒടുവിൽ എന്തായി? ഈ 2 വാർഡുകളും ഇപ്പോ BJP പിടിച്ചു. സ്വാഭാവികമായും ഈ 2 വാർഡുകളും BJPക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഭാര്യയും ഭർത്താവും മാറി മാറി ഭരിച്ച് ജനങ്ങളെ വെറുപ്പിച്ചു എന്ന് ചുരുക്കം. ജനങ്ങളെ വെറുപ്പിച്ചത് കൊണ്ടാണ് ഇവർ വെറുപ്പിച്ചു. അതാണ് പാർട്ടി മേൽഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. ഇവര് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഭാര്യയും ഭർത്താവും മാറി മാറി വരുന്നു, ഇവരെ മാറ്റി നിർത്തണം എന്ന് കീഴ്ഘടകങ്ങളിൽ നിന്ന് മേൽഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് പോയി. അതുകൊണ്ട് അകറ്റി നിർത്തി. അല്ലാതെ നമ്മള് പാർട്ടി കുടുംബ വാഴ്ചയെ കുറിച്ച് എല്ലായിടത്തും വാദവരാതെ വർത്തമാനം പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിയിൽ ഇത് ചെയ്യാതിരിക്കുന്നത് എന്ത് ഉത്തരവാദിത്വമാണ്? നീതികേടാകുന്നത്. അതുകൊണ്ടാണ് ഇവരെ അകറ്റി നിർത്തിയത്. ആ പിണക്കമാണ് അധികാര ശ്രേണിയിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ ഒരു വൈക്ലഭ്യം ഉണ്ടല്ലോ. സാധാരണ പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു തരം വൈക്ലഭ്യം. അവരെ ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ നാത്തൂന്മാരുടെ പോരൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു പോരിന്റെ ഭാഗമായി സുജാ ചന്ദ്രബാബു പോയി എന്ന് മാത്രമാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇനി മലയാള മനോരമയുടെ വാദഗതി അനുസരിച്ചാണെങ്കിൽ 11-ൽ 9 നിയമസഭാ മണ്ഡലങ്ങളും കിട്ടിയ ഈ CPM-ന്, ഇടതുമുന്നണിക്ക്, ഈ ഐഷ പോറ്റിയുടെയും സുജാ ചന്ദ്രബാബുവിന്റെയും ഒക്കെ കൊഴിഞ്ഞുപോക്ക് അത് വലിയ തിരിച്ചടിയാകും. 10-ൽ 10, 11-ൽ 11 ഒക്കെ പിടിക്കണമെന്ന് ക്യാപ്റ്റൻ വന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരൊക്കെ പോയത് വലിയ പ്രധാനപ്പെട്ട സംഭവമാണ് എന്നാണ് മനോരമ ഉൾപ്പെടെയുള്ള പ്രധാന മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. വാസ്തവം കൂടി
മനുഷ്യർ മനസ്സിലാക്കിയിരിക്കണം. ഇവർക്ക് 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, 1 തവണ സ്ഥിരം സമിതി അധ്യക്ഷ, അങ്ങനെ കൊടുക്കാവുന്നതിന്റെ പരമാവധി എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്നിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, പിന്നെ ഏരിയ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ഇത്രയും പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരുന്ന് കൊടുത്ത വ്യക്തിയാണ് പറയുന്നത് തന്നെ നേതാക്കൾ. ഇവരാണല്ലോ നേതാവ് എന്നതാണ് ഇവർ തിരിച്ചറിയാതെ പോയ സത്യം. ഇവര് നേതാവാണ്, ഇവർ ഇടപെട്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കേണ്ടതാണ്. അല്ലാതെ ഇവർ വേറെ നേതാക്കളുടെ വീട്ടിൽ പോയി കൈതൊഴുത്ത് നിന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ബലഹീനതയും ഇവരുടെ കഴിവില്ലായ്മയും ഒക്കെ പ്രകടമാക്കുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും പോയത് പോയി, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വേവലാതിപ്പെടാൻ മാത്രം വലിയ കരുത്തുള്ള നേതാവൊന്നുമല്ല സുജാ ചന്ദ്രബാബു എന്ന പരമാർത്ഥം പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. എഴുതുന്ന മാധ്യമങ്ങൾ എഴുതട്ടെ, വാതോരാതെ വാചകം അടിക്കുന്ന യൂട്യൂബർമാർ വാതോരാതെ വാചകം അടിക്കട്ടെ, അതിലൊന്നുമല്ല കാര്യം. കൃത്യമായ ജനങ്ങളുമായുള്ള ഇടപഴകൽ, വികസന കാര്യങ്ങളിലുള്ള ചർച്ച, ഇതൊക്കെയാകും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന ഘടകമെന്ന് പാർട്ടി